അതെ, ഞാൻ ഈ പറയണ പോലെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം. പിന്നെ ഒരു കാര്യം ആദ്യം പറയാം, ഞാൻ ഈ പറയാൻ പോണത് ഞാൻ വലിയ കാര്യം ചെയ്തു എന്നല്ല, ഞാനൊരു കുന്തവും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് KSFBയുടെ ഒരു ചിട്ടി പിടിക്കാൻ പോയി. അപ്പം ഞങ്ങൾ 2 പേരെ ആ ചിട്ടി പിടിക്കാനൊന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിളിച്ചു തുടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യത്തിനേക്കാളും നഷ്ടത്തിലേക്കാണ് വിളി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പുള്ളിയും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു എമൗണ്ട് വന്നപ്പോൾ പുള്ളി ആകെ തലയിലൊക്കെ കൈവച്ച് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെയൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്തോ വല്ലാണ്ട് പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചേട്ടാ ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വിളിക്കത്തില്ലായിരുന്നല്ലോ, ഒരു കാര്യം ചെയ്യും, ഒരു 10 രൂപ കയറ്റി വിളിച്ചോ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു കേട്ടോ. തിരിച്ച് പോരുമ്പോൾ എനിക്ക് തോന്നി അത് വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ആവശ്യമായിട്ട് നാട്ടിൽ വന്ന ആളാണ്, വെറുതെ മണ്ടത്തരം കാണിച്ച് ഇങ്ങനെ എത്ര പേരുണ്ടാവും ആവശ്യക്കാരെന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ റിഗ്രറ്റൊക്കെ തോന്നി, ചെയ്യേണ്ടായിരുന്നു അതിന് വേണ്ടി പോയിട്ട് വിളിക്കാതെ പോകുന്നവരും. ഞാനിപ്പോൾ ഇന്നലെ നാട്ട് KSFB ചെന്നിട്ടുണ്ടെന്ന് വേറൊരു ആവശ്യമായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പുള്ളിയുടെ അമ്മയും പുള്ളിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, അവരുടെ അമ്മയോട് പറഞ്ഞത് ആ പയ്യനെ അന്ന് ചിട്ടി വിട്ടു തന്നെന്ന്. അപ്പോൾ പെട്ടെന്ന് അവർ ഓടി വന്നു കേട്ടോ എൻ്റെ അടുക്കലേക്ക്. ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞ്, മോനെ ഒരുപാട് നന്ദിയുണ്ട്, നീ ഒരു നല്ല കാര്യം ചെയ്തത്. ഞാൻ പറഞ്ഞു, അയ്യോ ഞാനങ്ങനെ നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല, നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വിട്ടു കൊടുത്തേനെ. പുള്ളിക്ക് പറയാൻ അപ്പോൾ പറഞ്ഞു അത് അവൻ പറയാഞ്ഞിട്ടല്ലേ, കുഴപ്പമില്ല, എന്നാലും നിന്നെ ദൈവം അനുഗ്രഹിക്കൂടാന്ന്. ഞാൻ അയ്യോ ദൈവം അനുഗ്രഹിക്കാനുള്ള കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഒരു ചിട്ടി വിട്ടു കൊടുത്തു അത്രയേ ഉള്ളൂ, അതിനകത്ത് നിങ്ങൾ ഇത്ര ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവരെൻ്റെ കൈ കയറി പിടിച്ചു, ഈ അമ്മ കൈ കയറി പിടിച്ച് അവർ പറഞ്ഞു, നീ ഒരു ചിട്ടി ചിലപ്പോൾ വിട്ടു കൊടുത്തതായിരിക്കും, പക്ഷെ നിനക്കങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തോന്നിയത് നിൻ്റെ ആ മനസ്സാണ്, ഞങ്ങളിന്ന് 3 പേര് ഇവിടെ വന്ന് നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കൈ പിടിച്ചിട്ട് വിറച്ചുകൊണ്ട് ഇവർ ബലത്തിലായി. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്ക് അവരുടെ മുഖം ഒരു പ്രാവശ്യം ഞാൻ കണ്ടത് എനിക്ക് മറക്കാം. കാരണം ഞാൻ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഇവരെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന് ബലത്തിൽ പിടിക്കുന്നുണ്ട്, വിറക്കുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ അത് കണ്ട എൻ്റെ സർവ്വ കൺട്രോളും പോയി അവിടെ വെച്ചു. എന്താ ചെയ്യേണ്ടത് എന്ന് പറയണ്ടതെന്ന് പോലും എനിക്ക് എൻ്റെ ഒച്ചയും വരുന്നില്ല. ഞാൻ വേഗം തന്നെ കൈയൊക്കെ പിടിച്ച് അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഇറങ്ങി അവിടെ നിന്നില്ല അവിടെ. ഞാൻ ഇറങ്ങി അടുത്തുള്ള ഒരു ബേക്കറി പോയി. ആ ബേക്കറി പോയിട്ട് ഒരു നാരങ്ങ വെള്ളം മേടിച്ചു. ഒരു നാരങ്ങ വെള്ളം പറഞ്ഞാൽ അതൊന്ന് കുടിച്ച്, സത്യം പറയാമല്ലോ എൻ്റെ അവിടെ ഇരുന്ന നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് റിലേ പോലും കിട്ടുന്നില്ലായിരുന്നു. അത് കുടിച്ചൊന്ന് ആശ്വാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക, എനിക്ക് എന്താണെന്നറിയാത്തൊരു വല്ലാത്തൊരു ഫീലിംഗ്. സങ്കടമാണ്, ഒരു ഭയങ്കര സന്തോഷമാണ്, എന്താണെന്നറിയാം, പക്ഷേ സന്തോഷമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. കാരണം അവർ 3 പേര് അവിടെ നിൽക്കാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യം തോന്നി. കാരണം ഞാനത് ആ ചിട്ടി വേണ്ടാന്ന് വെച്ചത്, ചിലപ്പോൾ വാശിക്ക് വേണം പിടിക്കാമായിരുന്നു, പക്ഷെ എന്നാലും വേണ്ടാന്ന് വെക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് 3 പേർക്ക് അതൊരു പ്രതീക്ഷയായെന്ന് എനിക്ക് തോന്നി. ഞാൻ അറിഞ്ഞുകൊണ്ട് പോലും ചെയ്ത കാര്യമല്ല, അത് അറിയാണ്ട് ചെയ്ത കാര്യമാണ്. ഓക്കെ, അതിന് ഒരുപാട് കുറ്റബോധം തോന്നി, അയ്യോ കളയണ്ടായിരുന്നു. പക്ഷേ ആ നിമിഷം എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ചിലപ്പോൾ കഴുത്തോളമായിരിക്കും മുങ്ങിക്കുന്നത്, പക്ഷെ തലയിൽ എന്നുവെച്ചാൽ കഴുത്തിന് മേലെ തലയും കൂടി മുങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, പല കാര്യങ്ങളിലും അതുപോലുള്ള സിറ്റുവേഷനിൽ നമുക്കൊന്ന് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് വേണ്ടാന്ന് വെക്കുക ലൈഫിൽ ചില കാര്യങ്ങൾ. അതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷം ഉണ്ടാകും നമുക്ക്. കാരണം ഞാൻ ഇന്നലെ അവിടെ നിന്ന് വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വീട്ടിലെത്തിയിട്ടും ഇന്നും സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോഴത്തേക്ക് ഇതുവരെയും കിട്ടാത്തൊരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു കുന്തവും ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെ വന്നത് വേണ്ടാന്ന് വെക്കാൻ തോന്നിയത് എൻ്റെ ലൈഫിൽ ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ട് പറയാം. അപ്പോൾ ശരിയെന്ന്.